നമസ്കാരം. നാളത്തെ പരീക്ഷയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ വരുമെന്ന് കരുതുന്ന ചില ഭാഗങ്ങൾ പറഞ്ഞു പോകാനാണ് വിചാരിക്കുന്നത്. അടുത്ത കാലത്ത് വന്ന ചോദ്യപേപ്പറുകളിൽ കാണുന്ന ചോദ്യമാണ് സംസ്കൃതത്തിലെ അലങ്കാര ശാസ്ത്രങ്ങളുടെ രചനാകാലം അനുസരിച്ചിട്ടുള്ള ശരിയായ ഗണം. തന്നിരിക്കുന്ന സാഹിത്യദർപ്പണം, ധ്വന്യാലോകം, കാവ്യാദർശം, കാവ്യപ്രകാശം, രസഗംഗാധരം എന്നിവയായിരിക്കും. കാവ്യാദർശമാണ് ഒന്നാമതായിട്ട് വരിക. ദണ്ഡിയാണ് അത് എഴുതിയിരിക്കുന്നത്, ദണ്ഡി. ധ്വന്യാലോകം രണ്ടാമത് വരുന്നു, അത് ആനന്ദവർദ്ധനനാണ്. മൂന്നാമത് കാവ്യപ്രകാശം വരുന്നു, മമ്മടഭട്ടൻ. നാലാമത് സാഹിത്യദർപ്പണം, വിശ്വനാഥൻ. അഞ്ചാമതായിട്ട് വരിക രസഗംഗാധരമാണ്, ജഗന്നാഥ പണ്ഡിതരാണ് അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കാവ്യാദർശം, ധ്വന്യാലോകം, കാവ്യപ്രകാശം, സാഹിത്യദർപ്പണം, രസഗംഗാധരം. ചോദ്യം റിപ്പീറ്റായിട്ട് വരത്തേ ഉള്ളൂ. മറ്റ് ഒരു കൃതി ഇടയ്ക്ക് കയറ്റി അങ്ങനെ ചോദ്യം വരാറില്ല. സാധാരണയായിട്ട് ചോദ്യം ഇങ്ങനെയാണ് കാണാറുള്ളത്. അടുത്ത ചോദ്യം, കാവ്യഗുണത്തിൽ പെടാത്തത് ഏത്? മാധുര്യം, ഔചിത്യം, ഓജസ്, പ്രസാദം. ഇവിടെ 4 കൊടുത്തതിൽ ഔചിത്യമാണ് പെടാത്തത്. ഗുണം 3 വരുന്നതിൽ മാധുര്യം, ഓജസ്, പ്രസാദം എന്നിവ വരുന്നു. ഗുണം, പ്രസാദം, മാധുര്യം, ഓജസ് എന്നിവ 3 തന്നാണ് അതിൻ്റെ ശ്ലോകം വരുന്നത്. അടുത്ത ചോദ്യം, നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ ഒരുപാട് പ്രാവശ്യം ചോദിച്ചതാണ്. ചെല്ലൂർ നാദോദയം, തെങ്കയില നാദോദയം, നാരായണീയം എന്നിവയാണ് ശരിയായിട്ടുള്ള ഉത്തരം. കൊടിയ വിരഹം നൽകും, അത് മഴമംഗലത്തിൻ്റെയാണ്. നളോദയം എന്നുള്ളതും നൽകിയിട്ടുണ്ടായിരുന്നു, അത് വാസുദേവ ഭട്ടതിരിയുടേതാണ്. അപ്പോൾ ചെല്ലൂർ, തെങ്കയില, നാരായണീയം ഈ 3 നീലകണ്ഠ കവിയുടെ ചമ്പുക്കൾ. ഇത് പ്രീവിയസ് ഇയർ ഒരുപാട് ചോദിച്ചതാണ്. അടുത്ത ചോദ്യം, തമിഴ് ഏത് കക്ഷിയിൽപ്പെടുന്ന ഭാഷയാണ്? ഏത് കക്ഷിയിലാണെന്നുള്ളത് എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നതാണ്. പ്രാകൃത കക്ഷ്യ, വൈകൃത കക്ഷ്യ, സംശ്ലിഷ്ട കക്ഷ്യ, അപഗ്രഥിത കക്ഷ്യ. 4 കക്ഷികളാണ് പഠിക്കാനുള്ളത്. അല്ല, അങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ സംശ്ലിഷ്ട കക്ഷിയിൽ വരുന്ന ഭാഷകളിലാണ് തമിഴും മലയാളവും ഉൾപ്പെടുന്നത്. പ്രാകൃത കക്ഷ്യ എന്ന് പറയുമ്പോൾ പ്രകൃതി പ്രത്യയങ്ങൾ തിരിച്ചറിയാൻ പറ്റാത്ത കക്ഷിയാണത്. ചൈനീസ് ഭാഷ വരുന്നതിനാണ്. വൈകൃത കക്ഷ്യ സംസ്കൃതം. അപഗ്രഥിത കക്ഷിയിൽ വരുന്നതാണ് ഇംഗ്ലീഷ്. ഇനി എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് വ്യാകരണ കൃതികളുടെ കാലക്രമം എന്നുള്ളത്. തന്നിരിക്കുന്നതനുസരിച്ച് മലയാള ഭാഷാ വ്യാകരണം, മലയാഴ്മയുടെ വ്യാകരണം, കേരള ഭാഷാ വ്യാകരണം, കേരള പാണിനിയം. അപ്പം ഇവിടെ ആദ്യം വരുന്നത് മലയാഴ്മയുടെ വ്യാകരണമാണ്. അതായത് ഒരു മലയാളി മലയാള ഭാഷയിൽ എഴുതിയ ആദ്യത്തെ വ്യാകരണമാണ് മലയാഴ്മയുടെ വ്യാകരണം. അത് 1863 ജോർജ് മാത്തനാണ് എഴുതിയിരിക്കുന്നത്. മലയാള ഭാഷാ വ്യാകരണം ഗുണ്ടർട്ടാണ്, 1868 അത് വന്നത്. കേരള ഭാഷാ വ്യാകരണം 1981 അത് പാച്ചുമൂത്തതാണ് എഴുതിയിരിക്കുന്നത്. കേരള പാണിനിയം 1917 അല്ലെങ്കിൽ 1896 ആദ്യം വരുന്നത്. രണ്ടാമത്തെയാണ് നമ്മൾ എടുക്കുന്നത്, അത് AR ആണ് എഴുതിയിരിക്കുന്നത്. ഇനി അരിസ്റ്റോട്ടലിൻ്റെ ദുരന്ത നാടക സങ്കല്പത്തിലെ ഐക്യത്രയം ഏതാണെന്ന് ചോദിക്കും. അത് കാലൈക്യം, ക്രിയൈക്യം, സ്ഥലൈക്യം. സ്ഥലകാലൈക്യമാണ്, ക്രിയൈക്യമാണ് ഇതിനകത്ത് വരിക. ഐക്യത്രയം സ്ഥലം, കാലം, ക്രിയ, ഈ 3 കാര്യങ്ങളെ വരുള്ളൂ. അരിസ്റ്റോട്ടലിൻ്റെ ദുരന്ത നാടക സങ്കല്പം അനുസരിച്ചിട്ടുള്ള പ്ലോട്ട്, അതായത് ഇതിവൃത്തം, ചിന്ത, സംഗീതം, അങ്ങനെ വരുന്ന കാലം, പിന്നെ കഥാപാത്രം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള 6 ഘടകങ്ങളും പരീക്ഷയുടെ ചോദ്യമാണ്. അടുത്ത ചോദ്യം, വയലാർ അവാർഡ് നേടിയ കൃതികളുടെ ഗണം ചോദിക്കും. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിരുന്നതിൽ അഗ്നിസാക്ഷി, കയറ്, തക്ഷൻകുന്ന് സ്വരൂപം. അഗ്നിസാക്ഷി 1977 ആദ്യത്തെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ്. ലളിതാംബിക അന്തർജനമാണ് എഴുതിയിരിക്കുന്നത്. കയർ 1980 വയലാർ നേടുന്നത്. തക്ഷൻകുന്ന് സ്വരൂപം 2016 വയലാർ നേടിയത്. ഓമനെ നീയുറങ്ങൂ, ഇത് ഏത് പ്രകാരഭേദത്തിൽ വരുന്നു? ഓമനെ നീയുറങ്ങൂ റിപ്പീറ്റഡ് ചോദ്യമാണ്. പ്രകാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ധാതുവിൻ്റെ അർത്ഥം എങ്ങനെയാണോ വെളിപ്പെടുത്തുന്നത് അതിനാണ് വ്യാകരണത്തിൽ പ്രകാരം എന്ന് പറയുന്നത്. 4 വിധത്തിലാണ് പ്രധാനപ്പെട്ടതായിട്ട് പ്രകാരം വരുന്നത്.
ഒന്നാമത് നിർദ്ദേശക പ്രകാരമാണ്. ഭൂതഭാവി വർത്തമാനകാലങ്ങളിൽ ഉപയോഗിക്കുന്ന, അതിന് പ്രത്യേകിച്ച് പ്രത്യയമൊന്നുമില്ല. അതാണ് നിർദ്ദേശക പ്രകാരം. നിയോജക പ്രകാരം എന്ന് പറഞ്ഞാൽ ആജ്ഞയും അപേക്ഷയും കാണിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അട്ടെ പിന്നെ അപേക്ഷയാണ്. അട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള പ്രത്യയം കൊണ്ട് ഉപയോഗിക്കും. പോകട്ടെ, വരട്ടെ. അതുപോലെ അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞ പ്രത്യയവും അതിനകത്ത് വരാറുണ്ട്. അതായത് നിങ്ങൾ ഉറങ്ങുവിൻ, അല്ലെങ്കിൽ നിങ്ങൾ പോകുവിൻ എന്ന് പറഞ്ഞാലും അതും നിയോജക പ്രകാരത്തിലാണ് വരുന്നതെന്ന് ഓർക്കണം. അപ്പോൾ ഇവിടെ ഓമനെ നീ ഉറങ്ങൂ, അതൊരു ആജ്ഞയോ അപേക്ഷയോ ഒരു ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് ഈ ഒരു നിയോജക പ്രകാരത്തിൽ അത് വരുന്നത്. ഇനി വിധായക പ്രകാരത്തിലാണെന്ന് പറഞ്ഞാൽ അത് വിധി, കൃത്യം, ശീലം അതൊക്കെ പറയുന്നത് ഒരു അണം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ പ്രത്യയമാണ് അതിന് ഉപയോഗിക്കുക. അണം, അതായത് പോകണം, പഠിക്കണം, നടക്കണം, ഇരിക്കണം. അത് വിധായകത്തിലാണ് വരുന്നത്. അനുഞ്ജായകം എന്നാണ് നമ്മൾ പഠിക്കുക. അനുഞ്ജായകമാണ്, അനുഞ്ജായകമല്ല, അനുഞ്ജായകമാണ്. അത് കഴിഞ്ഞ ഏതോ ഒരു വീഡിയോയിൽ ഞാൻ തെറ്റിച്ച് പറഞ്ഞു, അക്ഷരത്തെറ്റ് പോലെ പറഞ്ഞിട്ടുണ്ട്. അനുഞ്ജായകത്തിനകത്ത് ആം എന്നതാണ് പ്രത്യയം. പോകാം, വരാം, തരാം, ആമാണ്. അത് സമ്മതമാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് 4 പ്രകാരങ്ങൾ. ഇത് സംബന്ധിച്ചൊരു ചോദ്യം എന്തായാലും ഉണ്ടാവാനിടയുണ്ട്. ഇനി കഴിഞ്ഞൊരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യത്തിനകത്ത് സംസ്കാരവുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ചോദിച്ചിരുന്നു, പക്ഷേ അത് തെറ്റിച്ചിരുന്നു. സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം എന്നുള്ള പുസ്തകം സച്ചിദാനന്ദൻ്റെയാണ്. സംസ്കാരത്തിൻ്റെ രാഷ്ട്രീയം സച്ചിദാനന്ദൻ്റെയാണ്. സംസ്കാര പഠനത്തിന് ഒരാമുഖം എഴുതിയത് PP രവീന്ദ്രൻ. സംസ്കാര പഠനത്തിന് ഒരാമുഖം PP രവീന്ദ്രൻ്റെ പുസ്തകമാണ്. സംസ്കാരവും വിമർശനവും SS ശ്രീകുമാറിൻ്റെയാണ്. സംസ്കാര വിമർശം A സോമനാണ്. സംസ്കാര വിമർശം A സോമൻ. ഇത് പറഞ്ഞു തരുന്നത് 2022 ചോദ്യപേപ്പർ, 21-22 ചോദ്യപേപ്പറുകളാണ്. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഇത് ഏറ്റവും റീസെൻറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. കവി പക്ഷിമാല, കവി മത്സ്യാവലി, കവി മൃഗാവലി, കവി പുഷ്പമാല എന്നിവ ചേരുംപടിയിൽ എപ്പോഴും കാണുന്ന ചോദ്യമാണ്. കവി ഭാരതം എഴുതിയത് കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ്. അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങളിലാണ് ഈ പറഞ്ഞിട്ടുള്ള കൃതികളൊക്കെ ഉണ്ടാകുന്നത്. കവി രാമായണം വന്നാൽ അത് മൂലൂറിൻ്റെ കൃതിയാണെന്ന് ഓർക്കുക. കവി പക്ഷിമാല ഇവിടെ നൽകിയിരിക്കുന്നത് കൊച്ചുണ്ണി തമ്പുരാനാണ്. കൊച്ചുണ്ണി തമ്പുരാൻ്റെയാണ് കവി പക്ഷിമാല. കവി മത്സ്യാവലി S കൃഷ്ണപിള്ളയാണ്. അതുപോലെ കവി മൃഗാവലി ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ. കവി പുഷ്പമാലയിൽ ഇവിടെ നൽകിയത് വെൺമണി മഹനെയാണ്. സാധാരണയായിട്ട് കാണുന്നത് കവി പുഷ്പമാല കാത്തുള്ളിൽ അച്യുതമേനോനാണ്. ഇവിടെ നൽകിയത് വെൺമണി മഹനാണ്. അപ്പോൾ കാത്തുള്ളിൽ അച്യുതമേനോനും വെൺമണി മഹനും ഇതേ പേരിൽ എഴുതിയിട്ടുണ്ടെന്ന് ഓർക്കണം. അടുത്ത ചോദ്യം, തിരുനെല്ലിയെക്കുറിച്ചുള്ള പരാമർശം ഏത് കൃതിയിലാണെന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. തിരുനെല്ലി, തിരുമരുതൂർ, തൃച്ചരളി തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം, തിരു എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം നിങ്ങൾ ഓർക്കേണ്ടത് ഉണ്ണിയച്ചി ചരിതത്തിൽ നിന്നാണ്. ഉണ്ണിയച്ചി ചരിതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് പ്രാചീന ചമ്പു കാവ്യങ്ങളിൽ ഒന്നാമതാണ് വരുന്നത്. കാലക്രമം ചോദിച്ചാൽ ഉണ്ണിയച്ചി, ഉണ്ണിച്ചിരുദേവി, ഉണ്ണി ആടി. അപ്പോൾ ഉണ്ണി അച്ചി ചിരു ആടി എന്നാണ് നമ്മളതിന് പഠിക്കുന്നത്. ലാസ്റ്റ് വരുന്ന ഉണ്ണിനീലി സന്ദേശവുമായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ണിയച്ചി ചരിതത്തിലെ സ്ഥലങ്ങൾ അതൊക്കെയാണ്. തിരുമരുതൂർ ചോദിക്കാറുണ്ട്. അതുപോലെ തൃച്ചമരി, തിരുനെല്ലി ചോദിക്കാറുണ്ട്. ഇനി കഴിഞ്ഞ പരീക്ഷകളിലെ ഒരു ചോദ്യമാണ്, സ്വരങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനമായ ഘടകങ്ങൾ ഏതൊക്കെയാണ്? സ്വരങ്ങളുടെ വർഗീകരണത്തിന് അടിസ്ഥാനമായ ഘടകങ്ങൾ: സംവൃത വിവൃത ഭേദം, ശ്വാസിനാദിഭേദം, ജിഹ്വാസ്ഥിതി, ഓഷ്ട്യവർത്തുളനം, ഉച്ചാരണസ്ഥാനം. ഈ ഓപ്ഷൻ ഞാൻ വായിച്ചത് ഇത് ഇനിയും ചോദിച്ചാൽ ഇതിനകത്ത് ഇല്ലാത്തത് ഏതെന്ന് നിങ്ങൾക്ക് വ്യക്തമാകാനാണ്. ഇവിടെ ശരിയായിട്ടുള്ളത് ഈ സ്വരങ്ങളുടെ വർഗീകരണത്തിന് സംവൃതം വിവൃതം, അതാദ്യം നമ്മൾ ഓർക്കണം. സംവൃത വിവൃത ഭേദമുണ്ട്. അതുപോലെ ജിഹ്വാസ്ഥിതി, നാവിൻ്റെ സ്ഥിതി, ജിഹ്വാസ്ഥിതിയൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ പിന്നെ ഓഷ്ട്യവർത്തുളനം, നമ്മൾ തൊട്ട് വരെ നമ്മുടെ ചുണ്ടുകൾ അതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഓഷ്ട്യവർത്തുളനവും അതിനകത്ത് വരുന്നുണ്ട്. ഇല്ലാത്തത് ശ്വാസിനാധിഭേദവും അതുപോലെ ഉച്ചാരണ സ്ഥാനവുമാണ്. അടുത്ത ചേരുംപടി പൗരസ്ത്യവുമായി ബന്ധപ്പെട്ടായിരുന്നു. വ്യംഗ്യത്തേക്കാൾ വാജ്യം പ്രധാനമായത്. വ്യംഗ്യത്തേക്കാൾ വാജ്യത്തിനാണ് പ്രധാനമെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗുണീഭൂത വ്യംഗ്യം. ഗുണീഭൂത വ്യംഗ്യം. കാവ്യശോഭായാഹ കർത്തരോ ധർമാഹ, അലങ്കാരമാണ്. കാവ്യശോഭായാഹ കർത്തരോ
ധർമാഹ എന്ന് പറഞ്ഞാൽ അലങ്കാരത്തിനെയാണ് അത് പറയുന്നത്. വിശിഷ്ട പദരചന ഡാഷ് രീതിയാണ്. വിശിഷ്ട പദരചന എന്ന് പറയുന്നത് തന്നെ രീതിയിൽ വിശിഷ്ട പദരചന എന്നാണ് പറയുന്നത്. അടുത്തത് വൈദഗ്ധ്യ ഭംഗി ഭണിതി, വക്രോക്തിക്കാണത് പറയുന്നത്. വൈദഗ്ധ്യ ഭംഗി ഭണിതി ഓർത്തു വയ്ക്കുക. അടുത്തത് ബദ്ധരൂപിമങ്ങളിൽ പെടുന്നത് ഏതൊക്കെയെന്നാണ്. ബദ്ധരൂപിമം എന്ന് വെച്ചാൽ ആശ്രിത രൂപിമങ്ങളാണ്. സ്വതന്ത്രമായി നിൽക്കുന്നതിനോടുകൂടി ഒരു അർത്ഥപൂർണ്ണമായിട്ട് നിൽക്കുന്ന ചെറിയ ഏകകങ്ങളായി നിൽക്കുന്നതിനെയാണ് നമ്മൾ രൂപിമം എന്ന് പറയുന്നത്. അപ്പോൾ ബദ്ധരൂപിമം ആശ്രിത രൂപിമം എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര രൂപിമങ്ങളോട് ചേരുമ്പോൾ മാത്രമാണ് അതിന് അർത്ഥം വരുന്നത്. ഉദാഹരണം ഇൻ്റെ, ഉടെ അങ്ങനെയൊക്കെയുള്ളതാണ് ബദ്ധരൂപിമങ്ങളിൽ വരുന്നത്. ഇവിടെ തന്നിരിക്കുന്നത് നാമം, ക്രിയ, ലിംഗം, വചനം, പ്രകാരമാണ്. ഉത്തരത്തിലുള്ളത് ലിംഗം വരും, അതുപോലെ വചനം വരും, പ്രകാരം വരും. ലിംഗം, വചനം, പ്രകാരങ്ങളാണ് ബദ്ധരൂപിമം എന്ന് പറഞ്ഞതിൽ വരുന്നത്. ആശ്രിത രൂപിമങ്ങൾ. അടുത്ത ചോദ്യം, ഈ നളചരിത വ്യാഖ്യാനങ്ങളുടെ ശരിയായ ഗണം തിരഞ്ഞെടുത്ത് എഴുതാനായിട്ട് വരും. അതുപോലെ അതിൻ്റെ കാലക്രമവും വരും. നഗാസര ദീനകൈ എന്നാണ് അതിൻ്റെ കോഡ് വരുന്നത്. നഗാസര ദീനകൈ എന്ന് വെച്ചാൽ നളചരിത സാരശോധനയിൽ തുടങ്ങും, അത് ഗുണ്ടർട്ടിൻ്റെയാണ്. പിന്നെ കാന്താര താരകം എന്ന് പറഞ്ഞാൽ ARൻ്റെയാണ്. സഹൃദയരഞ്ജിനി R നാരായണ പണിക്കരുടേതാണ്. അതുപോലെ രസിക കൗതുകം അത് MH ശാസ്ത്രികളുടേതാണ്. രസിക കൗതുകം MH ശാസ്ത്രി. ദീപിക വ്യാഖ്യാനം എഴുതിയിരിക്കുന്നത് ദേശമംഗലത്ത് രാമവാര്യരുടേതാണ്. ദീപിക കഴിഞ്ഞാൽ നളചരിത വ്യാഖ്യാനമാണ്, അത് എഴുതിയത് ഇളംകുളമാണ്. നളചരിത വ്യാഖ്യാനം ഇളംകുളം. കൈരളി എഴുതിയിരിക്കുന്നത് പന്മന. അതാണ് നഗാസര ദീനകൈ എന്നുള്ള കോഡ്. അതിനകത്ത് 4 എണ്ണമാണ് നൽകിയിരുന്നത്. ദീപിക, കൈരളി, രസിക കൗതുകം, സഹൃദയ രഞ്ജിനി. ഇനി അടുത്ത ചോദ്യത്തിൽ ചോദിച്ചത് മാനസ്വരങ്ങളിൽ കീലസ്വരങ്ങളായി കണക്കാക്കുന്നത് ഏത് എന്നാണ് ചോദിച്ചത്. മാനസ്വരങ്ങൾ എന്ന് പറഞ്ഞ നിങ്ങൾ ആ ഒരു ടേബിൾ പോലെ വരയ്ക്കുന്നത് കണ്ടിട്ടുണ്ടാകും. അതിൽ കീലസ്വരങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ നൽകിയത് ആ, ഇ, ഉ, എ, ഓ ആയിരുന്നു. ഇതിനകത്ത് ഇ ഒരു കീലസ്വരമാണ്, ഇ. അതുപോലെ ഊ ഒരു കീലസ്വരമാണ്. ഇയും ഊവാണ് കീലസ്വരങ്ങളായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ഈ ഒരു പ്രസ്ഥാനങ്ങൾ, അതായത് എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞ മഹാപ്രസ്ഥാനത്തിലേക്ക് കേസരി കൂട്ടിച്ചേർത്ത പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നായിരുന്നു ചോദിച്ചത്. റൊമാൻറ്റിക് പ്രസ്ഥാനം, പരാജയ പ്രസ്ഥാനം, പുരോഗമന പ്രസ്ഥാനം, സർ റിയലിസ്റ്റിക് പ്രസ്ഥാനം, അതുപോലെ മനം നോക്കി പ്രസ്ഥാനം. ഇതാണ് നൽകിയിരുന്നത്. അതിൽ കൊടുത്തിരിക്കുന്നത് ആൻസർ നൽകിയിരുന്നത് പരാജയ പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും സർ റിയലിസ്റ്റിക് പ്രസ്ഥാനവുമാണ് ശരിയായിട്ടുള്ളത്. എക്സ്പ്രഷനിസം എന്ന് പറഞ്ഞ അസ്തിത്വവാദ പ്രസ്ഥാനത്തിലേക്ക് കേസരി കൂട്ടിച്ചേർത്ത 3 എണ്ണമാണ് പരാജയം, പുരോഗമനം, അതുപോലെ സർ റിയലിസ്റ്റിക് പ്രസ്ഥാനം. പത്മരാജൻ്റെ നോവലുകളുടെ രചനാകാലം ചോദിച്ചിരുന്നു. നക്ഷത്രങ്ങളെ കാവൽ 1971, അതുപോലെ ഇതാ ഇവിടെ വരെയായിരുന്നു നൽകിയിരുന്നത്. 1972 ഇതാ ഇവിടെ വരെ. പെരുവഴി അമ്പലം 79-ലും മഞ്ഞുകാലം നോറ്റ കുതിര 90-ലുമാണ്. അപ്പോൾ ഇനി അത് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് എഴുതേണ്ടത്. ഏതാണ് നക്ഷത്രങ്ങളെ കാവൽ ഇതാ ഇവിടെ വരെ, പെരുവഴി അമ്പലം, പിന്നെ മഞ്ഞുകാലം നോറ്റ കുതിര. അതൊറ്റ വാചകമായിട്ട് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഇനി അടുത്തത്, നിങ്ങൾക്ക് അക്കിത്തത്തിൻ്റെ കവിതകൾ ചോദിക്കാറുണ്ട്. അക്കിത്തത്തിൻ്റെ കവിതകളിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, ആലഞ്ഞാട്ടമ്മ, സ്പർശമണികൾ, ഭൂമിഗീതങ്ങൾ. ഇതിൽ വെണ്ണക്കല്ലിൻ്റെ കഥ, ബലിദർശനം, സ്പർശമണികളാണ് അക്കിത്തത്തിൻ്റെ കവിതകളായിട്ട് വരുന്നത്. ഭൂമിഗീതങ്ങൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി. ഇനി ശാസനം ആരംഭിക്കുന്നത് ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്വസ്തിശ്രീ ഓങ്കോ പാക്കരൻ നിരവിവർമ്മൻ തിരുവടിക്ക് ചൊല്ലാനിൻറ്റു. ഏത് ശാസനമാണ്? ഒരുപാട് തവണ ആവർത്തിച്ചതാണ്. സ്വസ്തിശ്രീ ഓങ്കോ പാക്കരൻ ഇരവിവർമ്മൻ എന്ന് കണ്ടാൽ ഉടനെ അത് തിരുനെല്ലി ശാസനമാണ്. അവിട്ടത്തൂർ, തിരുനെല്ലി, പാലിയം, തരിസാപ്പള്ളിയാണ് നൽകുന്നത്. UGCക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ആനന്ദിൻ്റെ ആൾക്കൂട്ടം എന്ന് പറഞ്ഞ നോവൽ. അതിൽ നിന്നുള്ള കഥാപാത്രങ്ങൾ ഉൾപ്പെടുന്ന ഗണം ചോദിച്ചിരുന്നു. അപ്പോൾ 2 ഗണങ്ങളെയാണ് നമ്മൾ എടുക്കേണ്ടത്.
ഇവിടെ ഉത്തരമായി വന്നിരുന്നത് സുനിൽ ജോസഫ്, അതുപോലെ സുന്ദർ പ്രേം ഇവരെയാണ്. അപ്പം ആരൊക്കെയാണ് ആൾക്കൂട്ടത്തിലെ പ്രധാനപ്പെട്ട ആൾക്കൂട്ടമെന്ന് നോക്കാം. ജോസഫ്, രാധ, ലളിത, സുനിൽ, പ്രേം, സുന്ദർ ഇവരാണ് പ്രധാനമായിട്ട് ആൾക്കൂട്ടത്തിൽ വരുന്നത്. ജോസഫ്, രാധ, ലളിത, സുനിൽ, പ്രേം, സുന്ദർ. അപ്പോൾ ഇത് ഓർത്തു വയ്ക്കുക. അടുത്തത് റിവേഴ്സൽ അരിസ്റ്റോട്ടിലുമായിട്ട് ബന്ധപ്പെട്ട വാക്കാണ്. അരിസ്റ്റോട്ടിലുമായി ബന്ധപ്പെട്ട വാക്കുകൾ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഹാമേർഷ്യ, മിമസിസ്, പിന്നെ കഥാർസിസ്, അങ്ങനെ തുടങ്ങിയ അതിലൊന്നാണ് ഈ റിവേഴ്സൽ എന്ന് പറഞ്ഞ വാക്കും. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഒരവസ്ഥയിൽ നിന്ന് വിരുദ്ധമായ അവസ്ഥയിലേക്കുള്ള മാറ്റമാണ്. അതായത് ട്വിസ്റ്റ് എന്ന് നമ്മൾ പറയില്ലേ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അതിനെ ഓർത്ത് വയ്ക്കാം. ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിരുദ്ധമായൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അതാണ് റിവേഴ്സൽ എന്ന് പറയുന്നത്. അപ്പം ഇതിവൃത്തത്തെ ലളിതം സങ്കീർണം എന്നാണ് അരിസ്റ്റോട്ടിൽ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ സങ്കീർണ ഇതിവൃത്തത്തിലാണ് ഈ ഒരു റിവേഴ്സൽ വരുന്നത്, ട്വിസ്റ്റ് വരുന്നത്. അത് ഓർക്കാം. ഇനി അടുത്തത് ദ്രാവിഡ കാവ്യശാസ്ത്രത്തിലെ ഉരിപ്പൊരുൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ പൊരുളധികാരത്തിൽ വരുന്ന പിന്നെ മുതൽ പൊരുൾ, കരിപ്പൊരുൾ, ഉരിപ്പൊരുൾ. അപ്പം അതിനകത്ത് വരുന്നത് മുതൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു ഏതാണോ ദേശം, കാലം, അത് വരുന്നതാണ്, ദേശം വരുന്നതാണ് മുതൽ എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് വരുന്നത്, അതായത് കുറിഞ്ചിയാണെങ്കിൽ അത് മലയായിരിക്കും എന്നുള്ള ആ ഒരു കൺസെപ്റ്റാണ് ഓർക്കേണ്ടത്. പിന്നെ കരിപ്പൊരുൾ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അവരുടെ ജീവിതം, ദൈവം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. കൃഷി എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, കൃഷി പോലെയുള്ള ചെയ്യുന്നവർ, അല്ലെങ്കിൽ ആടുമേയ്ക്കൽ, മീൻപിടുത്തം, അതൊക്കെ വരുന്നതാണ്. അവരുടെ പക്ഷി, മൃഗം, വൃക്ഷം, ഇതൊക്കെ വരുന്നത് കരിപ്പൊരുളിലാണ്. ഉരിപ്പൊരുൾ എന്ന് പറഞ്ഞാൽ ആ കാവ്യത്തിൻ്റെ ഭാവമാണ്. ഒരു കാവ്യത്തിൻ്റെ ഭാവത്തെയാണ് ഉരിപ്പൊരുൾ എന്ന് പറയുന്നത്. അപ്പം അതിനിപ്പം പുണർതൽ നമ്മൾ പഠിച്ചിരുന്നു, ഇരുത്തൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാവങ്ങളാണ്. 5 ഭാവങ്ങളിലാണ് ആ ഒരു 5 തിണകൾ വരുന്നത്. അതാണ് അവിടെ ഓർത്ത് വയ്ക്കേണ്ടത്. അപ്പോൾ ഭാവമാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി പ്രസിദ്ധീകരണ കാലം അനുസരിച്ചിട്ട് ശരിയായ ഗണമാണ് മലയവിലാസം, പ്രരോദനം, ശിഷ്യനും മകനും, കർണഭൂഷണം. ഇതിപ്പം വർഷമല്ല എനിക്ക് അറിയുന്നതുകൊണ്ട് ഞാനങ്ങ് പറയുകയാണ്. മലയവിലാസത്തിൻ്റെ വർഷം 1895 ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ. 1895 നിയോ ക്ലാസിസിസം കഴിഞ്ഞ് കാൽപ്പനികതയുടെ ആരംഭം കുറിച്ച ഒരു ARൻ്റെ കൃതിയാണ് മലയവിലാസം. സഹ്യസാനുക്കളുടെ വർണ്ണനയൊക്കെ ഉള്ളതാണ് മലയവിലാസം എന്ന് പറയുന്നത്. ഇതിൽ രണ്ടാമതായിട്ട് വരിക ശിഷ്യനും മകനുമാണ്. 1918 ശിഷ്യനും മകനുമെന്ന് നമുക്കറിയാം. പ്രരോദനം 1919 ARൻ്റെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് കുമാരനാശൻ എഴുതിയ കാവ്യമാണ് പ്രരോദനം. മറ്റൊന്ന് കർണഭൂഷണമാണ്. 1929 കർണഭൂഷണം എന്ന് പറഞ്ഞ കാവ്യം ഉള്ളൂർ എഴുതുന്നത്. അടുത്തൊരു ചോദ്യമുണ്ട്, എല്ലാവരും തെറ്റിക്കുന്നൊരു ചോദ്യമാണ്, ഞാനും തെറ്റിച്ച ചോദ്യമാണിത്. കുളച്ചൽ യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? കുളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് നടക്കുന്നത് 1741 നമ്മൾ കാലക്രമം അനുസരിച്ച് ഓരോ യുദ്ധങ്ങളും അതുപോലെ സമരങ്ങളുമൊക്കെ എഴുതുമ്പോൾ ആദ്യം വരുന്നത് കുളച്ചൽ യുദ്ധമാണ്. അപ്പോൾ അത് ഡച്ചുകാരും തിരുവിതാംകൂറും തമ്മിലാണ്. ഡച്ചും തിരുവിതാംകൂറും. അതിൽ വിജയം നേടിയത് മാർത്താണ്ഡവർമ്മയാണ്. അങ്ങനെ ഡച്ചുകാരെ ഇവിടുന്ന് തുരത്തി പിന്നീടാണ് ഇവിടെ ഇംഗ്ലീഷ് പ്രാബല്യത്തിൽ, അതായത് അവർ കൂടുതൽ ഉയർച്ചയിലേക്ക് വന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കുളച്ചൽ യുദ്ധം ഓർക്കുക. അപ്പോൾ അത് ഡച്ചും തിരുവിതാംകൂറുമാണെന്ന് ഓർക്കുക. അതാണ് അവിടെ ഓർത്തിരിക്കേണ്ടത്. ഡച്ചും കൊച്ചിയും തമ്മിൽ, പോർച്ചുഗീസും തിരുവിതാംകൂറും തമ്മിൽ, അങ്ങനെ ആൻസറുകളിൽ നമ്മൾ തെറ്റിക്കാനുള്ള ആൻസറുണ്ട്. ഇനി സുകുമാര്യം, വിചിത്രം, മധ്യമം രീതിയെ ഇങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? സുകുമാരം, വിചിത്രം, മധ്യമം അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് കുന്തകനാണ് രീതിയെ ഇങ്ങനെ 3 മാർഗങ്ങളായിട്ട്, അതാണ് ക്വസ്റ്റ്യൻ, 3 മാർഗമായിട്ട് വിശേഷിപ്പിച്ചത് കുന്തകനാണ് രീതി. അടുത്ത ചോദ്യം, വ്യഭിചാരി ഭാവങ്ങളിൽ പെടുന്നതേവ? ഈ വ്യഭിചാരി ഭാവങ്ങൾ ഒരു 33 നമ്മൾ സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. സ്തംഭം, സ്വേദം, നിർവേദം, ഗ്ലാനി, അസൂയ ഇവയാണ് നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുക, നമുക്ക് നൽകിയിരിക്കുന്നതിൽ നിന്ന് ഒന്ന് നിർവേദം വരും, അതുപോലെ ഗ്ലാനി വരും, അതുപോലെ അസൂയ വരും. ഈ 3 വ്യഭിചാരി ഭാവങ്ങളിൽ പെടുന്നത്. മറ്റുള്ളവയെ കൂടി ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. കുട്ടികളെ ഏറ്റവും കൂടുതൽ തെറ്റിക്കുന്നൊരു ഭാഗമാണിത്. നിർവേദം, ഗ്ലാനി, ശങ്ക, അസൂയ, മതം, ശ്രമം, ആലസ്യം,
ദൈന്യം, ചിന്ത, മോഹം, സ്മൃതി, ധൃതി, വ്രീഡ അല്ലെങ്കിൽ വ്രീള, ചപലത, ഹർഷം, ആവേഗം, ജഡത, ഗർവം, വിഷാദം, ഔത്സുക്യം, നിദ്ര, അപസ്മാരം, സുപ്തം, വ്യാധി, ഉന്മാദം, മരണം, ത്രാസം, വിതർക്കം, വിബോധം, അമർഷം, അവഹിതം, ഉഗ്രത, മതി. ഇത്രയാണ് ഈ പറഞ്ഞിരിക്കുന്ന 33 സഞ്ചാരി ഭാവങ്ങളെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഓർക്കണേ, സഞ്ചാരി ഭാവങ്ങൾ എന്ന് പറഞ്ഞത് എത്ര എണ്ണമാണുള്ളത്? 33 എണ്ണമാണുള്ളത്. കേൾക്കേണ്ടവർ ഒന്നുകൂടി ബാക്ക് അടിച്ച് കേൾക്കുക, അതിൽ തെറ്റിച്ച് കളയരുതത്. അതുപോലെ ഇവിടെ നിന്ന് വരുന്നത് സ്ഥായി ഭാവങ്ങളേവ രസമേവ എന്നുള്ളതാണ്. അപ്പോൾ ശാന്തം എന്നൊരു രസമേ ഉള്ളെന്ന് പറഞ്ഞത് ആരാണ്? അഭിനവഗുപ്തനാണ്. അത് ഓർത്ത് വയ്ക്കണം, അതൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ രസങ്ങൾ എന്ന് പറഞ്ഞാൽ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അത്ഭുതം. 8 രസം നാട്യശാസ്ത്രമനുസരിച്ച്. 9ാമതൊരു രസം കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് ശാന്തം എന്നുള്ളത്. ഇനി സ്ഥായി ഭാവങ്ങൾ വരുന്നത് രതി, ഹാസം, ശോകം. അപ്പോൾ ഹാസ്യവും ഹാസവും തിരിഞ്ഞു പോകരുത്. ഹാസ്യം രസവും ഹാസം അതിൻ്റെ സ്ഥായി ഭാവവുമാണ്. ശോകം, ക്രോധം, ഉത്സാഹം, ഭയം, ജുഗുപ്സ, വിസ്മയം ഇവയാണ് സ്ഥായി ഭാവങ്ങളിൽ പെടുന്നത്. ഇനി നമുക്ക് ഈ ഭാഗത്തുനിന്ന് അതായത് നാട്യശാസ്ത്രത്തിനെ അവലംബിച്ച് വരുന്ന മറ്റൊരു ചോദ്യമാണ് ഒരു ഇത് എന്താ നമ്മുടെ വാദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ വാദ്യങ്ങളിൽ 4ആയിട്ടാണ് നമ്മൾ വാദ്യങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. തതം ആണ് ഒന്നാമതായിട്ട്. തതം എന്ന് പറഞ്ഞാൽ കമ്പി വാദ്യങ്ങൾ വരുന്നതാണ് തതം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വയലിൻ, ഗിറ്റാറൊക്കെ വരുന്ന കമ്പിയാണ്, അങ്ങനെ തതം എന്ന് പറയുന്നത്. ഇനി അവനധം എന്ന് പറഞ്ഞാൽ നമ്മൾ വായടച്ച് കെട്ടിയ ഒരു തുകൽ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നത്, അതായത് ചെണ്ട, അതുപോലെ മദ്ദളം, അതൊക്കെ അവനധത്തിലാണ് വരുന്നത്. അവനദ്ധത്തിലാണ് വരുന്നതെന്ന് ഓർക്കുക. അടുത്ത സുഷിരവാദ്യം എന്ന് പറഞ്ഞാൽ സുഷിരങ്ങളുള്ള, നിങ്ങൾക്കറിയാം ഓടക്കുഴൽ പോലുള്ള, അതുപോലെ കൊമ്പ് പോലെയുള്ള വാദ്യങ്ങളാണ് സുഷിരത്തിൽ വരുന്നത്. മറ്റൊന്ന് ഘനമാണ്. ഘനം എന്ന് പറഞ്ഞാൽ കുഴിതാളം പോലെയുള്ള വാദ്യങ്ങൾ. അതുപോലെ ഇപ്പം നമ്മൾ കൊട്ടിപ്പാടുന്ന വാദ്യങ്ങളുണ്ടല്ലോ, തിമില എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഭാഗത്ത് ഘനത്തിലാണ് വരുന്നത്. 4 തരത്തിലാണ് വാദ്യങ്ങളുള്ളതെന്ന് ഓർക്കുക. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് പഞ്ചവാദ്യങ്ങളുടെ വരുന്ന വാദ്യങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു. തതം, അവനദ്ധം, സുഷിരം, ഘനമാണ് നൽകിയത്. അപ്പോൾ നമ്മൾ പഞ്ചവാദ്യങ്ങൾ എടുത്തിട്ട് അത് ഏത് വിഭാഗത്തിൽ വരുന്നു എന്നുള്ള രീതിയിൽ വേണം ആൻസറിലേക്ക് എത്താൻ. പഞ്ചവാദ്യങ്ങൾക്ക് നമ്മൾ പഠിച്ചിരിക്കുന്നത് കോഡ് കൊതി, ഇമയി എന്നാണ്. അതായത് കൊമ്പ്, തിമില, ഇടയ്ക്ക, മദ്ദളം, ഇലത്താളം. പിന്നെ ആരംഭത്തിലും അവസാനത്തിലും ശംഖ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ശംഖുള്ള ഓപ്ഷൻ വന്നാലും അതും ശരിയാണ്. അപ്പോൾ പഞ്ചവാദ്യങ്ങളിൽ വരുന്നത് ഇനി നിങ്ങൾ തതം, അവനദ്ധം, ഘനം, സുഷിരം ഇതിലേതിൽ വരുന്നു എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ, അടുത്തൊരു ചോദ്യമായിരുന്നു വൃത്തികൾ എന്നുള്ളത്. ഇപ്പോൾ ഈ അവസാനത്തിലാണ് നമ്മളത് 4 വൃത്തികളിലാണ് നാട്യം പിന്നെ പ്രതിഷ്ഠിതമായിട്ടുള്ളത്. 4 വൃത്തികളാണ്. അപ്പം അഭിനയം 4 തരമുണ്ട്. അതുപോലെ തന്നെ ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം ഇതും ചോദിച്ചിട്ടുണ്ട്. ആംഗികം, സാത്വികം, വാചികം, ആഹാര്യം എന്ന് അഭിനയം 4 വിധത്തിലാണ്. പിന്നെ ധർമ്മി 2 വിധത്തിലാണ്. ലോകധർമ്മിയും നാട്യധർമ്മി എന്ന് 2 വിധത്തിലാണ് ധർമ്മി വരുന്നത്. ഇനി 4 വൃത്തികൾ ചോദിച്ചിരുന്നു കഴിഞ്ഞ പരീക്ഷയ്ക്ക്. ഭാരതി, സാത്വതി, കൈശികി, ആരഭടി. ഭാരതി, സാത്വതി, കൈശികി, ആരഭടി എന്നിവയാണ് ഈ 4 വൃത്തികൾ വരുന്നത്. പിന്നെ അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇങ്ങനെയാണ് നാട്യം പ്രതിഷ്ഠിതമായിട്ടുള്ളത്. ഇനി ആവന്തി, ദക്ഷിണാത്യ, ഉഡ്രമാഗതി, പാഞ്ചാലി എന്നിങ്ങനെ നാട്യത്തിൽ വൃത്തികൾ 4 എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ പ്രതിഷ്ഠിതമായതാണ് ഞാൻ പറഞ്ഞത്. പ്രതിഷ്ഠിതമായത് ചോദിച്ചാൽ 4 ഭാരതി, സാത്വതി, കൈശികി, ആരഭടി ഇതായിരുന്നു ചോദ്യത്തിലുണ്ടായിരുന്നത്. ഇനി നാട്യത്തിൽ വൃത്തികൾ നാട്യത്തിനുള്ളിൽ കാണുന്നത് ആവന്തി, ദാക്ഷിണാത്യ, ഉഡ്രമാഗതി, പാഞ്ചാലി. ഇനി സിദ്ധികൾ 2 വിധത്തിലാണ് വരിക. ദൈവകി, മാനുഷി. ദൈവകി, മാനുഷി 2 സിദ്ധികളാണ് ഉള്ളത്. ഇനി ഇതിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് ദശരൂപകങ്ങൾ ഏതൊക്കെ? ധനഞ്ജയനാണ് ദശരൂപകങ്ങളെക്കുറിച്ച് ദശരൂപകം എന്നുള്ള കൃതി എഴുതിയിരിക്കുന്നത്. ഇതിൽ ദശരൂപകങ്ങൾ ഏതൊക്കെയാണ് നാട്യശാസ്ത്രത്തിൽ പറഞ്ഞതെന്ന് പറയാം. നാടകം, പ്രകരണം, വ്യായോഗം,
സമവകാരം, ഡിമം, ഭാണം, പ്രഹസനം, വീഥി, അംഗം, ഈഹാമൃഗം. 20ാമത്തെ അധ്യായത്തിലാണ് ഈ വരുന്നത്. നാടകം, പ്രകരണം, വ്യായോഗം, സമവകാരം, ഡിമം, ഭാണം, പ്രഹസനം, വീഥി, അംഗം, ഈഹാമൃഗം. ഇത് പരീക്ഷയുടെ ചോദ്യമാണ്. മുണ്ടശ്ശേരിയുമായിട്ട് വരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ മാറ്റൊലിയിലെ കൃതികൾ ഏതൊക്കെ, അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ കൃതികൾ ഏതൊക്കെ. അപ്പോൾ 2021 ചോദ്യത്തിൽ വന്നിരിക്കുന്ന അന്തരീക്ഷമാണ്. അച്ഛനും മകളും, പിങ്കള, ചിന്തവിഷ്ടയ സീത, കർണഭൂഷണം, കരുണ. മാറ്റൊലിയും അന്തരീക്ഷവും മിക്സായിട്ടാണ് നൽകുക. ഇവിടെ നമുക്ക് മാറ്റൊലി എന്ന് പറഞ്ഞതിൽ വരുന്നത് ഏതൊക്കെയാണ്? പിങ്കള വരും, കരുണ വരും, അതുപോലെ മഗ്ദലന മറിയം വരും. അന്തരീക്ഷത്തിൽ വരുന്ന 3 അച്ഛനും മകളും, ചിന്താവിഷ്ടയായ സീത, കർണഭൂഷണം എന്നിവയാണ്. അച്ഛനും മകളും, ചിന്താവിഷ്ടയായ സീത, കർണഭൂഷണം. അടുത്തൊരു ചോദ്യം വരുന്നത് ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്ത ആട്ടകഥ വരും. അത് ഉദ്ദകി എന്നുള്ള കോഡ് വെച്ചാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഉത്തരാസ്വയംവരം, ദക്ഷയാഗം, കീചകവധം. അപ്പോൾ ഉദ്ദകി എന്നുള്ള കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങൾ ഓർക്കുക. അതുപോലെ കോട്ടയം തമ്പുരാൻ്റെ ആട്ടകഥ വരും. കോട്ടയം തമ്പുരാൻ 4 എഴുതിയിരിക്കുന്നത്. കോഡ് ഭഗകിനി എന്നാണ്. അതിൻ്റെ കാലക്രമത്തിലും അതുതന്നെയാണ് കോഡ്. ഭഗവധം, കല്യാണ സൗഗന്ധികം, കിർമീരവധം, നിവാതകവച, കാലകേയവധം എന്നിവയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലുണ്ടായിരുന്നത് ഇരയിമ്മൻ തമ്പിയുടേതല്ലാത്തതെന്ന് പറഞ്ഞിട്ട് കോട്ടയം തമ്പുരാൻ്റെ മിക്സ് ചെയ്ത് കൊടുത്തിരിക്കുകയായിരുന്നു. ഇനി കഥാപഠനങ്ങളുടെ ഭാഗത്തു നിന്ന് കഥ തേടുന്ന കഥ ഒരുപാട് ആവർത്തിച്ചതാണ്. എൻ പ്രഭാകരനാണ് കഥ തേടുന്ന കഥ. ചെറുകഥയുടെ ഛന്ദസ് വി രാജകൃഷ്ണൻ്റെ ആണ്. ചെറുകഥ വാക്കും വഴിയും KS രവികുമാർ. കഥ കാലം പോലെ എൻ ശശിധരൻ. അപ്പോൾ കഥ കാലം പോലെ ആരാണ്? എൻ ശശിധരൻ്റെയാണ്. ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം, അർദ്ധസമവൃത്തങ്ങളുടെ ശരിയായ ഗണം ചോദിക്കാറുണ്ട്. അപ്പോൾ അർദ്ധസമവൃത്തങ്ങളിൽ ഇവിടെ നൽകിയിരിക്കുന്നത് ഞാനൊന്ന് വായിക്കാം. പുഷ്പിതാഗ്ര, വിയോഗിനി, അപരവക്ത്ര, വസന്തമാലിക. ഇതതുപോലെ കാണാതെ പഠിച്ചു വെച്ചേക്കുക. പുഷ്പിതാഗ്ര, വിയോഗിനി, അപരവക്ത്ര, വസന്തമാലിക. മറ്റുള്ളവ നൽകിയതിനകത്ത് മിക്സ് ചെയ്തിട്ടാണ് നൽകിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, പട്ടാളക്കാരുടെ ജീവിതവും അനുഭവങ്ങളും ആവിഷ്കരിച്ച എഴുത്തുകാരുടെ ശരിയായ ഗണമാണ്. അതായത് കോവിലൻ, നന്ദനാർ, പാറപ്പുറം, വിനയൻ. കോവിലൻ, നന്ദനാർ, പാറപ്പുറം, വിനയൻ അവരാണ് ഈ ഒരു പട്ടാളക്കാരെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. വേറൊരാളും കൂടിയുണ്ട്, ഏകലവ്യൻ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. KM മാത്യു ആണത്. ഏകലവ്യൻ. ഇനി നളചരിതം ആട്ടക്കഥയിൽ ബാഹുകൻ എപ്പോഴാണ് പുറത്തു വരുന്നത്, അല്ലെ രംഗത്ത് വരുന്നത്? നളചരിതം ആട്ടക്കഥയിൽ ബാഹുകൻ വരുന്ന രംഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെ ദിവസം എന്നാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അതായത് 3-ാം ദിവസവും 4-ാം ദിവസമാണ് ബാഹുകൻ രംഗത്തേക്ക് വരുന്നത്. ഈ ആന്ത്രേ ബ്രട്ടൻ, അതുപോലെ എമിലി സോള, എസ്രാ പൗണ്ട് ഇവരെ വെച്ചിട്ട് ഒന്നുകിൽ ചേരുപടി വരും, അല്ലെങ്കിൽ അവർ എന്താണ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിലേക്ക് ചോദ്യം വരാറുണ്ട്. അപ്പോൾ ആന്ത്രേ ബ്രട്ടൻ എന്ന് കേട്ടാൽ ഉടനെ ഓർക്കേണ്ടത് സർ റിയലിസമാണ്. പിന്നെ എമിലി സോളനെ ഓർത്താൽ നാച്ചുറലിസമാണ്. എസ്രാ പൗണ്ട് ഇമേജിസമാണ്. ആന്ത്രേ ബ്രട്ടൻ സർ റിയലിസമാണ്. എമിലി സോള നാച്ചുറലിസം, എസ്രാ പൗണ്ട് ഇമേജിസം എന്നിവയാണ്. ആ ഒരു ആൻസറിലാണ് നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടത്. അത് ചോദിക്കും ഇനിയും. അത് ഒരുപാട് പ്രാവശ്യമായിട്ട് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്. NN കക്കാടിൻ്റെ കവിതകളിൽ ഉത്തങ്കൻ കഥാപാത്രമായി വരുന്ന കവിത റിപ്പീറ്റഡ് ചോദ്യമായിരുന്നു. വജ്രകുണ്ഡലമാണ്. വജ്രകുണ്ഡലം NN കക്കാടിൻ്റെ കവിതകൾ ചോദിക്കുന്നതിനകത്തും വജ്രകുണ്ഡലം ഉണ്ടാവും. ഇവിടെ നൽകിയിരിക്കുന്നതിൽ NN കക്കാടിൻ്റെ കവിതകൾ പാതാളത്തിൻ്റെ മുഴക്കം, വജ്രകുണ്ഡലം, പാർക്കിൽ, 1963 എന്നിവയാണ്. മറ്റു കവിതകൾ കൂടി ഞാനൊന്ന് പറയാം. ചെറ്റകളുടെ പാട്ട്, വഴിവെട്ടുന്നവരോട്, കഴിവേറി പാച്ചൻ്റെ പാട്ട്, പോത്ത്, ഇതാ ആശ്രമമൃഗം, കൊല്ലെ കൊല്ല്, പകലറുതിക്ക് മുൻപ്, നാടൻ ചിന്തുകൾ, സഫലമീ യാത്ര, നന്ദി തിരുവോണമേ നന്ദി, 1963, ശലഭഗീതം. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇതിൽ NN കക്കാടിൻ്റെ കൃതികൾ മാത്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇനി വിവക്ഷിത വാജിധ്വനിയുടെ പിരിവുകൾ ചോദിച്ചിരുന്നു. വിവക്ഷിത വാജിധ്വനിയുടെ പിരിവുകൾ അസംലക്ഷ്യക്രമവും സംലക്ഷ്യക്രമവുമാണ്. അസംലക്ഷ്യക്രമം അതുപോലെ സംലക്ഷ്യക്രമം എന്നിവയാണ് 2 ഉണ്ണിച്ചിരുദേവി ചരിതത്തിൽ വരുന്ന സ്ഥലങ്ങൾ ചോദിച്ചിരുന്നു. തിരുനെല്ലി, പൊയിലം, മറ്റം, തിരുമരുതൂർ, ചോഗരം. അപ്പോൾ തിരു വെച്ചിട്ടുള്ള 2 അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ആൻസർ കിട്ടും. അതായത് പൊയിലം,
അതുപോലെ ചോഗിരം, ഈ രണ്ടെണ്ണമാണ്. മറ്റം എന്നൊരു സ്ഥലം നമ്മൾ കാണുന്നില്ല. പൊയിലവും ചോഗിരവുമാണ് വരുന്നത്. ഇവിടെ പി.കെ. നാരായണപിള്ളയാണ് ഈ കൃതി പണ്ഡിത ശ്രദ്ധയിലേക്കൊക്കെ കൊണ്ടുവന്നതെന്ന് ഓർക്കണം. അതുപോലെ മറ്റൊരു ചോദ്യത്തിനകത്ത് വരുന്നത് സന്ദേശപ്പാട്ട്, അമ്മാനപ്പാട്ട്, കുയിൽവൃത്തം, ഗാഥ, ഇതൊക്കെ വരുന്നത് ഈ കൃതിയിലാണ്. ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെക്കുറിച്ച് പരാമർശം വരുന്നത് ഈ കൃതിയിലാണ്. അതുപോലെ പിന്നെ പുതുമലർക്കാവിൽ വന്നെഴുമിളം കൊടികളും എന്ന് പറഞ്ഞിട്ടുള്ള വരി വരുന്നത് ഈ കൃതിയിലാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, രചനാകാലം അനുസരിച്ചിട്ട് ശരിയായ ഗണം ചോദിച്ചിരുന്നു. രമണൻ കന്നിക്കൊയ്ത്ത് കുരുക്ഷേത്രം നളിനിയാണ് നൽകിയത്. നളിനി 1911, രമണൻ വരുന്നത് 1936, കന്നിക്കൊയ്ത്ത് 1946, കുരുക്ഷേത്രം അയ്യപ്പ പണിക്കർ 1970 എഴുതിയിരിക്കുന്നത്. അടുത്ത ചോദ്യം, ആദ്യകാല കഥകളായിരുന്നു. ഉളിപിടിച്ച കൈ എഴുതിയത് അമ്പാടി നാരായണ പൊതുവാളാണ്. കഠിനകൃത്തം തേലപ്പുറത്ത് നാരായണ നമ്പിയാണ് എഴുതിയിരിക്കുന്നത്. കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ എഴുതിയിരിക്കുന്നത് M.R. കേസിയും ആരാൻ്റെ കുട്ടി എഴുതിയിരിക്കുന്നത് K. സുകുമാരൻ. ഇതിൻ്റെ തുടർച്ച ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം.